ഇന്ന് കസാഖിസ്ഥാനിലെ ഞങ്ങളുടെ ആദ്യ ദിവസമാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് അൽമാട്ടിയിലെ പാൻഫ്ലവ് പാർക്കിലാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്ര ജോലി തേടി നാട്ടിൽ നിന്നും അബുദാബിയിലേക്ക് വന്നതായിരുന്നു. പക്ഷേ അബുദാബി എത്തിയപ്പോൾ ചുറ്റും ഒരുപാട് മലയാളി സുഹൃത്തുക്കളുള്ളതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തെത്തിയ പോലൊന്നും എനിക്ക് തോന്നിയിരുന്നേയില്ല. പക്ഷേ ഇവിടെ ചുറ്റും കസാക്കും റഷ്യൻ ഭാഷയും ഒക്കെ സംസാരിച്ച് കേൾക്കുമ്പോൾ, ആളുകളോട് സംസാരിക്കാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനെ പോലെയുള്ള ആപ്പുകളുടെ സഹായം തേടുമ്പോൾ എന്തോ ഒരു പുതിയ ലോകത്തെത്തിയ പോലെ ഒരനുഭൂതി. ഈ കാണുന്നതാണ് അസെൻഷൻ കത്തീഡ്രൽ ചർച്ച്. മരങ്ങൾ കൊണ്ടുള്ള കഷ്ണങ്ങൾ കൊരുത്തു വെച്ചുണ്ടാക്കിയ ഒരു അതിമനോഹരമായ കെട്ടിടം. പാൻഫ്ലവ് പാർക്കിനകത്ത് തന്നെയാണ് ഈ ഒരു ചർച്ചും ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ പള്ളിയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ശരിക്കും ഒരു ആത്മീയ അനുഭൂതിയാണ്. വല്ലാത്തൊരു നിശബ്ദതയും സമാധാന അന്തരീക്ഷവുമാണിവിടെ. ഇത് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചാണ്. ഇതിൻ്റെ നിർമ്മാണത്തിൽ ഒരു ആണി പോലും ഉപയോഗിച്ചിട്ടില്ല. ഇനി കുറച്ചു നേരം ഞാൻ ട്രാവൽ ബഡ്ജറ്റിനെ കുറിച്ചും ഞങ്ങൾ പോയി കണ്ട സ്ഥലങ്ങളെക്കുറിച്ചും പറയാം. യുഎയിൽ നിന്നും യാത്രയ്ക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിയതും അൽമാട്ടിയിൽ താമസിച്ചതും യാത്ര, ഭക്ഷണം എല്ലാ ചിലവും കൂടി ഒരാൾക്ക് 24,000 രൂപയാണ് ആകെ 8 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ചിലവായത്. പക്ഷേ ഷാർജയിൽ നിന്നും അൽമാട്ടിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അത് ഓരോ സീസണിലും മാറിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ ഒരാഴ്ച മുമ്പാണ് ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. നിങ്ങൾ 6 മാസം മുമ്പോ 3 മാസം മുമ്പോ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ കുറഞ്ഞ പൈസയ്ക്ക് ടിക്കറ്റ് ലഭിക്കും. അൽമാട്ടി എയർപോർട്ടിൽ ഇറങ്ങി ഞങ്ങളൊരു പ്രീപെയ്ഡ് സിം കാർഡ് വിത്ത് ഡാറ്റ പ്ലാൻ എടുത്തു. ബി-ലൈൻ എന്നാണ് സിം കാർഡിൻ്റെ പേര്. 8,000 ടങ്കെ ഏകദേശം 1,500 രൂപ ഞങ്ങൾക്കതിന് ചിലവായി. ഒരു സിം കാർഡ് എടുത്ത് 2 പേര് ഹോട്ട്സ്പോട്ട് വഴി കണക്ട് ചെയ്തിട്ടാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തത്. അങ്ങനെ അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് യാൻഡെക്സ് ആപ്പ് വഴി ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്ത് ഹോസ്റ്റൽ 64ലേക്ക് പോയി. Booking.com വഴി ഞങ്ങൾ അവിടെ നേരത്തെ തന്നെ ഡോർമെട്രി ബുക്ക് ചെയ്തിരുന്നു. ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് 20 ദിർഹം, അതായത് ഏകദേശം 500 രൂപയാണ് ചിലവ് വരുന്നത്. പിന്നെ കൂടുതലും ഞങ്ങൾ പബ്ലിക് ബസ്സാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് ഒരാൾക്ക് 120 ടങ്കേ വരുള്ളൂ. 120 ടങ്കേ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി ഏകദേശം 20-23 രൂപ മാത്രം. ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ സ്ഥലങ്ങൾ കാണുക എന്നതായിരുന്നു ഞങ്ങളുടെ ഒരു ചിന്താഗതി. അപ്പോൾ ഡയറക്റ്റ് ടൂർ പാക്കേജ് ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങളും വന്ന് നോക്ക് ഇതുപോലെ കസാഖിസ്ഥാനിലേക്ക്. നിലവിൽ ഇന്ത്യക്കാർക്ക് 15 ദിവസത്തേക്ക് വിസ ഫ്രീ ആണ്. ജസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്നാൽ മാത്രം മതി. ഈ കാണുന്നതാണ് ഡോണർ. നമ്മുടെ നാട്ടിലെ ഷവർമയോട് ചേർന്ന് നിൽക്കുന്ന സാമ്യമുള്ള ഒരു ഐറ്റം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതിനാൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞങ്ങൾ കഴിച്ചത് ഈ ഒരു ഐറ്റം തന്നെയാണ്. ഒരെണ്ണം മേടിച്ചാൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. മീറ്റും സലാഡും സോസൊക്കെ മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു അടിപൊളി ഐറ്റം. പിന്നെ അൽമാട്ടിയിൽ എത്തിയ ശേഷം ഒരു ലോക്കൽ കമ്പനിയുടെ 2 ദിവസത്തെ ടൂർ പാക്കേജ് ഞങ്ങൾ എടുത്തിരുന്നു. ശരിക്കും അത് വർത്തായിരുന്നു. സാറ്റി വില്ലേജിലെ താമസം, ഷാരിൻ കാനിയോൺ, മൂൺ കാനിയോൺ, ബ്ലാക്ക് കാനിയോൺ, പിന്നെ കോൾസായി ലേക്ക്, കൈൻഡി ലേക്ക്, ഇസിക് ലേക്ക്, ടാർഗൻ വാട്ടർഫാൾ, ഇതൊക്കെയായിരുന്നു പാക്കേജിലെ അട്രാക്റ്റീവ് ടൂറിസ്റ്റ് സ്പോട്ടുകൾ. അസെൻഷ്യൽ കത്തീഡ്രൽ ചർച്ചിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് ഗ്രീൻ ബസാറിലേക്കാണ്. പക്ഷേ തിങ്കളാഴ്ച ആയതിനാൽ ഗ്രീൻ ബസാർ അന്ന് അവധിയായിരുന്നു. പിന്നീട് ഗ്രീൻ ബസാറിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള അൽമാട്ടിയിലെ സെൻട്രൽ മോസ്ക് കൂടി ഞങ്ങൾ സന്ദർശിച്ചു. ഞാൻ പറഞ്ഞു തരുന്നത്, യാത്ര അത് ആർക്കും സാധിക്കുന്ന ഒന്നാണ്. പക്ഷേ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അത് ചെയ്യാനുള്ളൊരു മനസ്സ് മാത്രമാണ്. പണം, മറ്റു കാര്യങ്ങളൊക്കെ വഴിയേ വരും. നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് സാധിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞാനിവിടെ ഈ കസാഖിസ്ഥാനിലെ സെൻട്രൽ മോസ്കിന് മുമ്പിൽ നിൽക്കുന്നത്. ഒരേ സമയം 7,000-ഓളം പേർക്ക് നമസ്കരിക്കാൻ പറ്റുന്ന അൽമാട്ടിയിലെ ഒരു വലിയ മോസ്കാണിത്. കഴിയുമെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കസാഖിസ്ഥാനിലെ ആപ്പിളുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഈ അൽമാട്ടിയിൽ വരണം. ഏതൊരു സീസണിലും അതിൻ്റേതായ ഭൂപ്രകൃതി കൊണ്ട് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഈ അൽമാട്ടി. സെപ്റ്റംബർ മാസത്തിലാണ് ഞങ്ങൾ അൽമാട്ടിയിൽ വന്നത്. സമ്മർ സീസൺ പതിയെ മാറി ശരത്കാലം തുടങ്ങുന്ന സമയം. ഇലകളെല്ലാം മഞ്ഞ നിറത്തിലാകുന്ന സമയം. നമ്മൾ മലയാളികൾക്ക് അനുയോജ്യമായൊരു കാലാവസ്ഥയാണിത്. പകൽ 25 ഡിഗ്രി സെൽഷ്യസും രാത്രി 7 ഡിഗ്രി സെൽഷ്യസും വരെ താഴുന്ന ഒരു കാലാവസ്ഥ. കസാഖിസ്ഥാനിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാൻ ഒനൈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ക്യാഷ് ആഡ് ചെയ്യണം. ടാക്സി ബുക്ക് ചെയ്യാനും ഗ്രോസറി മേടിക്കാനും ഫുഡ് ഡെലിവറിക്കും മറ്റും യാൻഡെക്സ് ഗോ ആപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ വിസ, മാസ്റ്റർ കാർഡ് വഴി നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ അതേ സെയിം കാർഡ് വഴി നമുക്ക് ATM മെഷീനിൽ പോയി ക്യാഷ് വിഡ്രോ ചെയ്യാനും സാധിക്കും. പിന്നെ ഭാഷയാണ് ചെറിയൊരു പ്രശ്നം പറയാനുള്ളത്. കൂടുതൽ പേരും റഷ്യൻ, കസാക്ക് ഭാഷ സംസാരിക്കുന്നവരാണ്. അവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനെ പോലുള്ള ആപ്പുകളുടെ സഹായം വേണ്ടിവരും.
കസാഖിസ്ഥാനിൽ സഞ്ചരിക്കാൻ ഏറ്റവും മികച്ച ആപ്പുകളിലൊന്നാണ് 2GIS. ബസ്സുകളുടെ സമയം, റൂട്ട്, നമ്പറുകൾ എന്നിവ അറിയാനും ബസ്സുകളെ തത്സമയം ട്രാക്ക് ചെയ്യാനും ഈ ആപ്പ് സഹായിക്കും. ഇവിടുത്തെ വഴികളെക്കുറിച്ച് യാതൊരു സംശയവുമില്ലാണ്ട് യാത്ര ചെയ്യാൻ ഈ ആപ്പ് നിങ്ങൾക്കും ഉപയോഗിക്കാം. ഇന്നത്തെ ദിവസം ഇതുവരെയുള്ള എല്ലാ യാത്രകളും നടന്നുകൊണ്ടാണ് എല്ലായിടത്തും ഞങ്ങൾ കവർ ചെയ്തത്. പക്ഷേ ഇനി ഞങ്ങൾ പോകുന്നത് കൊക്തുബയിലേക്കാണ്. കൊക്തുബയിലേക്ക് ഞങ്ങളുടെ ഹോസ്റ്റൽ 64 മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും 99 ബസ് എടുത്തിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ബസ്സിൽ വന്ന് ഞങ്ങളിതാ ഈ കാണുന്ന സ്ഥലത്തിറങ്ങി. ഇനി ഇവിടെ നിന്ന് ഈ കാണുന്ന മിനി വാനിലൂടെ നമുക്ക് കൊക്തുബയിലേക്ക് കയറാം. ഒരാൾക്ക് 3000 ടെങ്കെ, അതായത് 582 ഇന്ത്യൻ രൂപയാണ് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ചിലവാകുന്നത്. ആ മിനി വാൻ്റെ സഹായമില്ലാണ്ട് തന്നെ ഞങ്ങളിതാ കൊക്തുബയിലേക്ക് നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. കൊക്തുബ എന്നാൽ മലമുകളിലുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. കൊക്തുബയിലേക്ക് എത്താൻ 2 വഴികളാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ ലൊക്കേഷനിൽ നിന്നും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴി അടിവാരത്ത് എത്തുക. അടിവാരത്ത് നിന്നും നേരത്തെ കണ്ട ചെറിയ മിനി വാൻ വഴി നിങ്ങൾക്ക് മലമുകളിലെത്താം. അല്ലെങ്കിൽ അൽമാട്ടി സിറ്റിയിൽ നിന്നും ഡയറക്റ്റ് കേബിൾ കാറ് കൊക്തുബൈ മലമുകളിലേക്ക് ഡയറക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതുവഴിയും കൊക്തുബയിലേക്ക് എത്താം. അങ്ങനെ കൊക്തുബയിൽ നിന്നും ഞങ്ങൾ വീണ്ടും ഹോസ്റ്റൽ 64ലേക്ക് മടങ്ങി. ഡിന്നർ കഴിച്ച ശേഷം അറബാദ് സ്ട്രീറ്റിലൂടെ വെറുതെ നടന്നു. ഇവിടെ പുലർച്ചെ 3 മണിയായാലും പാട്ടും ആൾക്കൂട്ടൊക്കെ ആയിട്ട് ഈ സ്ട്രീറ്റ് ഫുൾ ലൈവായിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ അൽമാട്ടി ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിക്കുകയാണ്. സെക്കൻഡ് ഡേ ഞങ്ങൾ പോയത് അൽമാട്ടി ബിഗ് ലേക്കിലേക്കാണ്. അതിൻ്റെ വീഡിയോ യൂട്യൂബ് ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക.